ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1345 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 19 ഞായറാഴ്ച, 1200 ആണ്ട് മകരമാസം 6 ഗുരുവചനങ്ങളിലൂടെ. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം സദാചാരങ്ങളിൽ നിന്നും ദുരാചാരത്തിൽ ഇടപെടുകയാണെങ്കിൽ ബുദ്ധിയും അതോടുകൂടി ദുരാചാരത്തിലെത്തുന്നു. അതിനാൽ ബ്രഹ്മചര്യാദിന വ്രതങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മംഗലാപുരത്തെ ക്ഷേത്രപ്രതിഷ്ഠയോടുകൂടി സ്വാമിയുടെ ക്ഷേത്രസ്ഥാപന യജ്ഞം കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ എത്തി വേരൂന്നിക്കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ യഥാക്രമമായ വളർച്ചയെയും നിലനിൽപ്പിനെയും പറ്റിയാണ് സ്വാമിക്ക് ചിന്തിക്കേണ്ടിയുള്ളത്. മുമ്പേ തന്നെ തൻ്റെ മതസംബന്ധമായ സ്ഥാപനങ്ങളുടെ തലസ്ഥാനമാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ശിവഗിരിയിലെ പ്രതിഷ്ഠയും അത് സംബന്ധിച്ച ഏർപ്പാടുകളുമെല്ലാം അതിൻ്റെ ഗൗരവത്തിൽ തക്കവണ്ണം കേമമാക്കണമെന്ന് സ്വാമി സങ്കല്പിക്കുകയും പ്രതിഷ്ഠാ കമ്മിറ്റിക്കാർ അതിനെ അപ്രകാരം തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. പ്രതിഷ്ഠാ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു മുതലായ യോഗ്യന്മാർ തന്നെ സ്വാമിയെ പ്രതിഷ്ഠ സംബന്ധിച്ച കാര്യങ്ങൾക്കായി മംഗലാപുരം വരെ പോയി കൂട്ടിക്കൊണ്ടുവരികയും പ്രധാനമായ സകല ഏർപ്പാടുകളും ഒരുക്കങ്ങളും സ്വാമിയുടെ ഹിതവും കൽപ്പനയും അനുസരിച്ച് ചെയ്യുകയും ചെയ്തു. പ്രതിഷ്ഠാ അവസരത്തിൽ ശിവഗിരിയിൽ സംഭാവനകളോടുകൂടി ഹാജരാകുന്നതിന് സ്വാമി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ചെറുതും വലുതും പൊതുവകയും പ്രത്യേകം ആളുകളുടെയും വകയുമായ 50ഓളം ക്ഷേത്രങ്ങളിലേക്ക് വിജ്ഞാപനങ്ങൾ അയക്കുകയും ചെയ്ത പ്രകാരം പല ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ശിവഗിരിയിലെത്തുകയും ചെയ്തിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.